ക്രൈം സീനിലേക്ക് വീണ്ടും തിരിച്ചെത്തുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ഒരു കവർച്ചാ വാർത്തയിലേക്കാണ് പോകുന്നത്. വൻ കവർച്ചയാണ് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പെരിന്തൽമണ്ണയിലാണ് ഈ സംഭവം. ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. MK ജ്വല്ലറി ഉടമ കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ. ശ്രുതി, ഇന്ന് രാത്രിയോടുകൂടിയാണ് അതിനാടകീയമായ സംഭവങ്ങൾ പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കുന്നത്. ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയാണ് ആഭ്യന്തര വിപണിയിലേക്ക് ഏകദേശം 3.5 കിലോ തൂക്കം വരുന്ന സ്വർണം കവർന്നിരിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ വെച്ചാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ചു മടങ്ങുകയായിരുന്ന ഉടമ കിനാദിയിൽ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തി ഇവരുടെ കണ്ണിലേക്ക് മുളകുപൊടി വിതറി കവർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ ജൂബിലി ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മഹീന്ദ്ര കാറിലെത്തിയ ഒരു സംഘം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ആദ്യഘട്ടത്തിൽ ഇടിച്ചു വീഴ്ത്തുന്നു. തുടർന്ന് ഇവർ ജ്വല്ലറിയിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ 3.5 കിലോ വരുന്ന സ്വർണം ഇവരുടെ പക്കലിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് ഈ ഒരു സംഘം കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. തീർത്തും ആസൂത്രിതമായിട്ടൊരു കവർച്ചയായിട്ട് തന്നെയാണ് ഇതിനെ പോലീസ് കണക്കാക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിക്കുകളോടെ യൂസഫും ഷാനവാസും നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ അവർക്കും ഇപ്പോൾ കൃത്യമായ വ്യക്തതയില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ദുരൂഹമാണ്. കൃത്യമായിട്ടും ഇവരുടെ സ്ഥാപനം പൂട്ടി തിരിച്ചു മടങ്ങുന്ന സമയം ഉൾപ്പെടെ കണക്കിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സംഘം ആ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ വാഹനത്തെ ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്നത്. ഇടിച്ചു വീഴ്ത്തിയ ഉടനെ തന്നെ ഈ ഒരു അക്രമി സംഘങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുളകുപൊടി കണ്ണിലേക്ക് വിതറിക്കൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എടുത്ത് അവിടെ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നത്. എന്തായാലും സമീപത്തെ CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പോലീസ് ഒരു ഘട്ടത്തിൽ ട്രേസ് ചെയ്തിട്ടുണ്ട്. കവർച്ചാ സംഘം തന്നെയാണ്, ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന സ്വർണമാണ്. 3.5 കിലോയിലധികം സ്വർണമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറെക്കാലത്തിന് ശേഷമായിരിക്കും ഈ വിധത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു നീക്കം പരസ്യമായി കാണുന്ന രീതിയിലുള്ള ഒരു സംഭവം മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ രാമനാട്ടുകരയിലൊക്കെ തന്നെ സമാനമായ സംഭവം കണ്ടതാണ്. നിരവധി അപകടമുണ്ടാക്കിക്കൊണ്ട് സ്വർണം തട്ടിയെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ച് 4ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ അപായപ്പെടുത്തി ജ്വല്ലറി ഉടമസ്ഥരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം തട്ടിയെടുത്തുകൊണ്ടാണ് കവർച്ചാ സംഘം സഞ്ചരിച്ചിരിക്കുന്നത്. ഒരു മഹീന്ദ്ര കാറിലാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ് നിലവിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ വ്യാജമാണോ എന്ന് പോലീസിന് ഈ ഒരു ഘട്ടത്തിൽ സംശയമുണ്ട്. കൃത്യമായും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഒരു സംഭവത്തിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു മർദ്ദനത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ യൂസുഫിനും ഷാനവാസും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിനും അതുപോലെ തന്നെ കൈകൾക്കുൾപ്പെടെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം തട്ടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇവരുടെ വാഹനം ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു സംഘം ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. കൂടാതെ അവരുടെ കണ്ണിലേക്ക് മുളകുപൊടി ഉൾപ്പെടെയുള്ള പൊടികളും കെമിക്കലുകളും എറിഞ്ഞുകൊണ്ടാണ് ഈ കവർച്ച ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു നീക്കമാണ്. കൃത്യമായിട്ടും ഇവർ കടയടച്ചു വരുന്ന സമയം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമായിരുന്നു. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രുതി, വ്യക്തമാണ്. എന്തായാലും ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഈ വൻ കവർച്ച നടന്നിരിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.